ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രീമി അൽഫ്രെഡോ പാസ്ത ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ സോസേജ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടാട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ സോയാ സോസും കൂടിയൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ചെറിയൊരു ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ചിക്കൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചിക്കൻ്റെ ബ്രസ്റ്റ് ഈ ഒരു സോസേജിന് പകരം ഞാനിപ്പോൾ സോസേജ് എടുത്ത് ഉണ്ടാക്കി നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. അപ്പോഴത്തേക്കും ഞാനിതിലേക്ക് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ക്രഷ്ഡ് ചില്ലി ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 2 സ്പൂൺ മൈദപ്പൊടിയാണ്. ആ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഈ മൈദപ്പൊടി ഈ ഒരു ബട്ടറിലൊക്കെ ഒന്ന് മിക്സായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് നിങ്ങൾ മിക്സാക്കി എടുക്കുക കേട്ടോ പാല്. അപ്പോൾ ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോസേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ആ ഒരു മിക്സ് ആ ഒരു സോസിൽ കിടന്ന് ആ ഒരു സോസേജൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒറിഗാനോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മെക്രോണിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതൊരു കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോസ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാല് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്കിത് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിവാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. പിന്നെ മെക്രോണി നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാക്കറ്റിൽ ഉണ്ടാവും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കന് പകരം സോസേജാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.